റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചെയ്യുന്ന സ്വലാത്തിന് വലിയ വെയിറ്റാണ് മീസാനിൽ. ബഹുമാനപ്പെട്ട വലിയുല്ലാഹി ഇമാം ഖുശൈരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ ഇമാം ഖുശൈരി തങ്ങൾ പറയുകയാണ്, അങ്ങോരുടെ തഫ്സീറിൽ പറയുന്നു, അന്നഹു ഇദാ ഖഫത്ത് ഹസനാത്തുൽ മുഅ്മിനി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സത്യവിശ്വാസിയുടെ സൽക്കർമ്മങ്ങൾക്ക് വെയിറ്റ് കുറഞ്ഞു പോയാൽ, ആ തട്ടിന് മുൻതൂക്കം കുറഞ്ഞു പോയാൽ, അവിടെ യുഖ്രിജു ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളത് അവന് എടുത്തു കൊടുക്കുന്നു, ബിത്താക്കറ്റൻ, ഒരു കാർഡ്, കൽ അൻമുലറ്റി, വിരൽ തുമ്പ് പോലെയുള്ളൊരു ചെറിയ കാർഡ് കൊടുക്കുന്നു. അപ്പോൾ ഫയുൽഖിയ ഫി കഫത്തിൽ മീസാൻ അൽ യുംന, മീസാനിൻ്റെ വലത് തട്ടിലേക്ക് അതിനെ ഇട്ടുകൊടുക്കുന്നു. അല്ലത്തി ഫി ഹസനാത്തുഹു, വലത് തട്ടിലാണല്ലോ സൽക്കർമ്മങ്ങൾ തൂക്കുന്നത്. സൽക്കർമ്മങ്ങൾ തൂക്കുന്ന ആ വലതു തട്ടിലേക്ക് ആ കാർഡ്, കൊച്ചു കാർഡ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഫതർജുഹുൽ ഹസനാത്ത്, സൽക്കർമ്മങ്ങളുടെ തട്ടിന് മുൻതൂക്കമുണ്ടാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിലയിരുന്ന സ്വലാത്ത്, അത് അല്ലാഹു തആല പടി സ്വീകരിക്കുന്നു. അതിന് മീസാനിൽ വളരെ വെയിറ്റാണ്. നബിതങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഈ നബിതങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക എന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, സ്വലാത്ത് എന്ന് പറയുമ്പോൾ ഫർളായ സ്വലാത്തുമുണ്ട്, സുന്നത്തായ സ്വലാത്തുമുണ്ട്. ഫർളായ സ്വലാത്ത് എന്നാൽ നിസ്കാരത്തിൽ ചൊല്ലുന്നു സ്വലാത്ത്, നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്ത്. അപ്പോൾ ഫർള് നിസ്കാരം കലാവുള്ള ആളുകൾ ഇരുന്നിട്ട് നിസ്കാരം കലാവ് വിട്ടാതെ സ്വലാത്ത് ചൊല്ലുന്നതിന് പകരമായിട്ട് ആ സമയം നിസ്കാരം കലാവ് വിട്ടാനാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. സ്വലാത്ത് ചൊല്ലുന്നത് വളരെ നല്ലതാണ്. ആ സ്വലാത്ത് നിർബന്ധമായ സ്വലാത്താക്കാം, സുന്നത്തായ സ്വലാത്താക്കാം. നിർബന്ധമായ സ്വലാത്തുണ്ടെങ്കിൽ അത് നിർവഹിക്കുക. ഇപ്പം നിസ്കാരം, 5 വക്ത് നിസ്കാരത്തിന് വല്ലതും കലാവ് ഉണ്ടെങ്കിൽ ആ നിസ്കാരം കലാവ് കിട്ടുമ്പോൾ ആ നിസ്കാരത്തിലൂടെ സ്വലാത്ത് അവിടെ വരുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ കഴിഞ്ഞിട്ട് പിന്നെ സ്വലാത്താണ് വരുന്നത്, ഇബ്രാഹിമിയ സ്വലാത്ത്. നിസ്കാരത്തിൽ വാജിബാണല്ലോ സ്വലാത്ത് ചെല്ലൽ. അപ്പം അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. സ്വലാത്ത് വർദ്ധിപ്പിക്കുക, കൂട്ടായിട്ട് ചെല്ലുന്ന സ്വലാത്തോ അതിൻ്റെ പവർ പറയേണ്ടതില്ല. നമ്മളിപ്പം മാസത്തിലൊരു ദിവസമാണ് ഇവിടെ സ്വലാത്തുള്ളത്. എത്രയോ കൊല്ലങ്ങളായിട്ട് നമ്മൾ സ്ഥാപിച്ച സ്വലാത്താണ് മാസത്തിൽ ഒരിക്കലുള്ളൊരു സ്വലാത്ത്. ആ സ്വലാത്തിനും അങ്ങാടിയിൽ ഇരുന്നാലും ശരി സ്വലാത്തിന് പങ്കെടുത്തുകൂടാ എന്നുള്ള വാശിക്കാരാണ് അധിക ആളുകൾ. കുറച്ചാളുകളൊക്കെ സ്വലാത്ത് പങ്കെടുക്കും. അതെന്തോ മൈരാന്മാർ കുട്ടികൾക്കും മറ്റവർക്കും ചൊല്ലാനുള്ള എന്തൊരു ഏർപ്പാടാണ് എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്. വാസ്തവത്തിൽ നമ്മുടെ മീസാനിൽ നാളെ വല്ലതും ഇട്ട് കൊടുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ വല്ലതും ചെയ്തു വെച്ചെങ്കിലേ ഉണ്ടാകും. മരിച്ചിട്ട് കബറിൽ വെച്ചിട്ട് ആഖിറത്തിൽ വെച്ച് അന്നേരം ഞാൻ സ്വലാത്തിൽ പങ്കെടുത്തെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ഒരു സ്വലാത്തി അല്ലെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഫയൗമൈരി യതദക്കറുൽ ഇൻസാൻ, അവിടെ വെച്ച് മനുഷ്യൻ ചിന്തിക്കും. ഫഅന്നാ ലഹു ദിക്റ, അപ്പോൾ ചിന്തിച്ചിട്ട് എന്ത് കാര്യം, ഖുർആൻ ചോദിച്ചില്ലേ, അതുകൊണ്ട് കാലേക്കുട്ടി നമ്മൾ ചെയ്തു വെക്കണം. അല്ലാമ ഖുശൈരി തങ്ങൾ പറയുന്നു, മീസാനിൽ സ്വലാത്തിന് വളരെ കൂടുതൽ വെയിറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഫയഖൂലു ദാലിക്കൽ അബ്ദുൽ മുഅ്മിനു ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പോൾ അവൻ രക്ഷപ്പെട്ട് ആകെക്കൂടി ഉത്കണ്ഠയിലായിരുന്നു, അവൻ ഭയപ്പാടിലായിരുന്നു. കാരണം നന്മയുടെ തട്ടിന് വെയിറ്റ് കുറഞ്ഞുപോയി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷക്കെത്തി അവനെ രക്ഷിച്ചു. അപ്പോൾ അവൻ ചോദിക്കുന്നു, ബി അബി അൻത വ ഉമ്മി മാ അഹ്സന വജ്ഹക, നിങ്ങൾ എത്ര സുന്ദരനാണ്. ഒമാ അഹ്സന ഖൽഖക, നിങ്ങളുടെ ശരീരപ്രകൃതി എത്ര സുന്ദരം. ഞാൻ ഇത്ര സുമുഖനായ സുന്ദരനായ ഒരാൾ ഇതുവരെ കണ്ടിട്ടില്ല. ഫമൻ എന്താ, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. നിങ്ങൾ ആരാണ്? അപ്പോൾ നബി തങ്ങൾ, അന നബിയുക്ക മുഹമ്മദുൻ, ഞാനാണ് നിൻ്റെ നബി മുഹമ്മദ്. വഹാദി സ്വലാത്തുക്കല്ലത്തി കുൻത തുസല്ലിയ, ഇപ്പോഴത്തെ കാരണം എന്താണെന്നറിയോ, നീ എൻ്റെ പേരിൽ ചൊല്ലിയ സ്വലാത്താകുന്നു. കത് വഫൈതുക ഇയ്യാഹ അഹ്വജമാതകൂനിലിയ, നിനക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ആ സ്വലാത്ത് നിനക്ക് ഞാൻ ഇതാ തിരിച്ചു വീട്ടിയിരിക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു.